ഇപ്പോൾ ഓണക്കാലമല്ലേ, വമ്പിച്ച ഓഫറുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് കുറേ മഹതികളും കുറേ മഹാന്മാരും വന്നെന്നിരിക്കും. എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് ആ ഓഫർ വേണ്ട. എന്താണെന്നല്ലേ, ആരാണെന്നല്ലേ? അതെ, നിങ്ങളുടെ സ്വന്തം അതുൽ വ്ളോഗ്സ് ആൻഡ് ടീംസ്, നിങ്ങളുടെ സ്വന്തം മഞ്ജു ആൻ്റണി പാവാട ചേച്ചിയും അവരും ടീമുകളും കുറേ ആൾക്കാരും എൻ്റെ ഇൻബോക്സിലും എൻ്റെ പേഴ്സണൽ മെസ്സേജായിട്ടും ഒക്കെ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓഫറുകൾ വേറൊന്നുമല്ല. രേണുസുധിയുടെ അവിഹിതം തെളിയിക്കുക, രേണുസുധിയുടെ സ്ഥലം, അതായത് സ്ഥലം കൊടുത്ത ബിഷപ്പിനെ നിങ്ങൾ മതപരമായിട്ട് നിങ്ങൾ അവഹേളിക്കുന്നു, എനിക്കെതിരെയും കേസ് വരും. അങ്ങനെ ഓണക്കാലമായിട്ട് വമ്പിച്ച ഓഫറുകൾ ഇങ്ങനെ ഒന്നിനുമേൽ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന്. ഓൺ വോയിസ് വീഡിയോ വേണ്ട, എൻ്റെ റീൽസൊക്കെ തന്നെ മതിയെന്ന് വിചാരിച്ചപ്പോഴും ഇവരൊന്നും സമ്മതിക്കത്തില്ല. എല്ലാവർക്കും കൂടി ഒരു മറുപടി, എല്ലാവർക്കും കൂടി ഒരു വീഡിയോയിൽ ഒതുങ്ങത്തില്ലേ മറുപടി. ഇനി രേണുസുധിയുടെ രേണുസുധിയുടെ മേളിൽ വരാവുന്ന എല്ലാ കുറ്റങ്ങളും മാക്സിമം വന്നു കഴിഞ്ഞു. കള്ളിയാണ് രേണുസുധി, കള്ളിയാണ് രേണുസുധി, 25ാമത്തെ ഗർഭിണിയായിട്ടുണ്ട്, അബോർഷൻ ചെയ്തിട്ട് എന്ന് പറയുന്ന വേറൊരു മഹതി, ഹനാൻ മഹതി. രേണുസുധി എന്താണെന്നും നല്ല വൃത്തിക്ക് എനിക്കറിയാം. അപ്പോൾ ഹനാനെ സൈഡ് പിടിച്ച് ഹനാൻ പറയുന്ന സത്യമാണ് എന്ന് പറഞ്ഞു വരുന്ന സത്യവാന്മാരും സത്യവതികളും പുണ്യാളന്മാരും പുണ്യാളത്തികളും ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ നല്ലവരാണോ? നിങ്ങൾ പെർഫെക്റ്റ് ആണോ 100%? നിങ്ങൾ ജനിച്ചിട്ട് ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ആരെയും വേദനിപ്പിച്ചിട്ടില്ലേ? ആരെയും കരയിപ്പിച്ചിട്ടില്ലേ? കട്ടെടുത്തിട്ടില്ലേ? കള്ളം പറഞ്ഞിട്ടില്ലേ? അടിച്ചിട്ടില്ലേ? കൊന്നിട്ടില്ലേ? വാക്കുകൾ കൊണ്ട് നിങ്ങൾ കൊന്നിട്ടില്ലേ? ഇതൊന്നും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്, എൻ്റെ കമൻറ്റ് ബോക്സ്. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം. അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഏത് രീതിയിലാണ് അതേ രീതിയിലായിരിക്കും എൻ്റെ മറുപടിയും. എനിക്ക് കിട്ടാത്ത റെസ്പെക്റ്റ് ഞാൻ തിരിച്ചും കൊടുക്കാറില്ല. എനിക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ തോന്നിയാൽ മാത്രമേ ഞാൻ കൊടുക്കൂ. അല്ല ഇന്ന ആളാണ് ഇന്നവരാണ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ അങ്ങനെയുള്ള വ്യക്തിയല്ല. ഓക്കെ. കുറേ പേര് എൻ്റെ അടുത്തും പറഞ്ഞു, മതത്തെ നിങ്ങളിങ്ങനെ സജിന വ്ളോഗ്സിനെ സപ്പോർട്ട് ചെയ്ത്, സജിന ചേച്ചി സപ്പോർട്ട് ചെയ്ത് അവർ മതത്തെ അത്രത്തോളം അവഹേളിച്ചെന്ന്. ഇവിടെ ആരും മതത്തെ പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യൻ മതം എന്താണെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം, ഞാനും ഒരുപാട് അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ തിരുവസ്ത്രം ഇട്ടിട്ട് ചെറ്റത്തരം പറയുന്നൊരച്ഛൻ, അതൊരച്ഛനാണെന്ന് പറയാൻ പറ്റത്തില്ല. അതെന്താണ് കാരണം? അവരുടെ വാക്കുകൾ, അച്ഛന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവർക്കൊരു സംസ്കാരമുണ്ട് അല്ലേ? പുരോഹിതന്മാർ, മറ്റുള്ളവർ എല്ലാവർക്കും പുരോഹിതന്മാരാകാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരെന്താ ആക്കുന്നത്? അവരെ സംസാര രീതി, പ്രവൃത്തിയാണ്. ഇതൊന്നും കണ്ടില്ല.